വി ഡി സതീശൻ മന്ത്രിസഭയിലേക്ക് കോൺഗ്രസിൽ നിന്ന് ആരൊക്കെ, യുവമുഖങ്ങൾ ആരൊക്കെ എന്ന ചോദ്യങ്ങളുണ്ട്. PC വിശ്വനാഥ് ഉറപ്പിക്കുകയാണ് മന്ത്രിസ്ഥാനം. ഏതായാലും ചാണ്ടി ഉമ്മൻ സതീശൻ മന്ത്രിസഭയുടെ അംഗമായേക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നു. സാമുദായിക പരിഗണന ചാണ്ടി ഉമ്മൻ അനുകൂലമാണ്. അതേസമയം മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ക്യാബിനറ്റിൽ ഉണ്ടാകില്ല, അദ്ദേഹത്തെ സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്നാണ് സൂചന. തെരഞ്ഞെടുപ്പിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ വന്ന് കാണുന്നത് എൻ്റെ ഒരു മര്യാദയാണ്. അപ്പൊ അദ്ദേഹം എന്റെ വീട്ടിൽ വന്നത് ശരിയാണ്, പക്ഷെ അതെന്റെ മാതാവിനെ കാണാനും അതുപോലെ തന്നെ എന്റെ പിതാവിനുള്ള സ്നേഹം കൊണ്ടുവന്നതാണ്. അപ്പൊ അദ്ദേഹത്തെ ഇവിടെ ഒന്ന് ഒഫീഷ്യലി കാണാൻ വേണ്ടി വന്നതാണ്. തീർച്ചയായിട്ടും പാർട്ടിക്ക് ഏത് തീരുമാനവും എടുക്കും. പാർട്ടി വലുതാണ്, പാർട്ടിയാണല്ലോ. പാർട്ടിയാണ് വലുത്, പാർട്ടിക്ക് വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. പാർട്ടി തന്നാലും തന്നില്ലേലും പാർട്ടിയോടും. റോഷിപാലാണ് ചെയ്തത്. റോഷിപാൽ, നമുക്കറിയാം സാമുദായിക സമവാക്യങ്ങൾ കൂടി നിർണായകമാണ് മന്ത്രിസഭയിലേക്ക് അംഗങ്ങളെ പരിഗണിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഓർത്തഡോക്സ് സഭയുടെ പിന്തുണയുള്ള ഓർത്തഡോക്സ് സഭാംഗമായ ചാണ്ടി ഉമ്മന് കൃത്യമായി പരിഗണന ലഭിക്കുന്നു ഈ ഘട്ടത്തിൽ എന്നതാണ്. സണ്ണി ജോസഫ്, കെ മുരളീധരൻ, അങ്ങനെ മുതിർന്ന നേതാക്കളൊക്കെ മന്ത്രിസ്ഥാനം ഉറപ്പിക്കുന്നു. രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് ഉറപ്പിക്കുകയാണ്. ഇപ്പോൾ യുവനിരയിൽ നിന്ന് ആരൊക്കെ എന്ന ചോദ്യമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു മുഖമായി ചാണ്ടി ഉമ്മൻ എത്തും എന്ന് ഉറപ്പായിരിക്കുന്നു അല്ലെ? ഒപ്പം വനിതാ മന്ത്രിമാർ ആരൊക്കെയാണ്? ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ അല്ലെ? വിനിത, അങ്ങനെയാണ് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഏറ്റവും നിർണായകമായ ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ആ ചർച്ചയിൽ ഏറ്റവും പ്രധാനമാവുക ആരൊക്കെ മന്ത്രിമാരാകണം, അത് സീനിയോറിറ്റി, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ മുഴുവൻ പരിഗണിച്ചായിരിക്കും കോൺഗ്രസിന്റെ മന്ത്രിസഭാ രൂപീകരണം നടക്കും. ഇപ്പോൾ KPCC ആസ്ഥാനത്ത് നടക്കുന്ന ചർച്ചയിൽ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ദീപദാസ് മുൻഷിയും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫുമാണ് ആ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആ ചർച്ചയിൽ അന്തിമ പട്ടികയ്ക്ക് രൂപം നൽകും. രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ച 2 പേരുകളുണ്ട്. അതിൽ ഒന്ന് IC ബാലകൃഷ്ണൻ, രണ്ടാമത്തേത് അൻവർ സാദത്താണ്. ഈ 2 പേരെ മന്ത്രിയാക്കിയില്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് ചേരില്ല എന്ന ഒരു നിലപാടാണ് രമേശ് ചെന്നിത്തല സ്വീകരിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് KC വേണുഗോപാൽ രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ചയൊക്കെ നടത്തിയത്. അതിനു പുറമെ കൂടുതൽ യുവാക്കൾക്കും അതേപോലെ തന്നെ വനിതകൾക്കും പരിഗണന നൽകണമെന്നൊക്കെ നിലപാട് കോൺഗ്രസിനുണ്ട്. അങ്ങനെയെങ്കിൽ ബിന്ദു കൃഷ്ണയ്ക്കാണ് ഏറ്റവും കൂടുതൽ പരിഗണന ലഭിക്കാൻ സാധ്യതയുള്ള ഒരാൾ. സമാനമായി ഷാനിമോൾ ഉസ്മാനെയും പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ആകെയുള്ള 11 മന്ത്രിമാരാണ്. അതിൽ ഉറപ്പായ മന്ത്രിമാരുടെ പട്ടികയിൽ സണ്ണി ജോസഫ്, കെ മുരളീധരൻ, AP അനിൽകുമാറുണ്ട്. ഒപ്പം തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയും മന്ത്രിസ്ഥാനം ഉറപ്പാക്കും. അങ്ങനെയെങ്കിൽ പിന്നീടുള്ള ഏതാണ്ട് 7 മന്ത്രിമാരെയാണ് കണ്ടെത്തേണ്ടത്. ആ 7-ൽ വനിതകളുണ്ടാകണം, അതേപോലെ തന്നെ പുതുമുഖങ്ങൾക്ക് അവസരം നൽകണം. അങ്ങനെയുള്ള ഒട്ടേറെ കടമ്പകൾ കോൺഗ്രസ് അതിന് മുന്നിലുണ്ട്. അതുകൊണ്ട് ഇതിൽ ആരൊക്കെ വനിതകൾ വരും? സാധാരണഗതിയിൽ ഒരു വനിത മാത്രമാണ് കോൺഗ്രസ് മന്ത്രിസഭയിൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് കോൺഗ്രസ് മന്ത്രിസഭയുടെ ചരിത്രം. പക്ഷേ ഈ തവണ കൂടുതൽ വനിതകൾ വിജയിച്ച് നിയമസഭയിലേക്ക് എത്തിയ സാഹചര്യത്തിൽ 1 or 2 വനിതകളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമോ എന്നാണ് പ്രധാനം. കാരണം സീനിയോറിറ്റി പരിശോധിച്ചാൽ ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനും ഒരുപോലെ മുതിർന്ന നേതാക്കളാണ്. ഇവരെ 2 പേരിൽ ഒരാളെ മാത്രമാണോ 2 പേരെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമോ എന്നതും പ്രധാനമാണ്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. പുതുമുഖങ്ങളായി മന്ത്രിസഭയിലേക്ക് വരുന്നവരിൽ പ്രധാനിയായി ചാണ്ടി ഉമ്മൻ വരാൻ ഒരു സാധ്യതയുള്ള ഒരാളാണ്. അതേപോലെ തന്നെയാണ് സിദ്ദിഖ്. 2ാം വട്ടമാണ് MLA ആവുന്നതെങ്കിലും മന്ത്രിസഭയിലേക്ക് ഒരു പുതുമുഖമായി തന്നെ സിദ്ദിഖിനെ വിലയിരുത്തേണ്ടി വരും. VT ബൽറാമിനെയും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അവസാന ഘട്ടത്തിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നും കോൺഗ്രസ് മന്ത്രിമാർ ഉണ്ടാകില്ല എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. തൊട്ടപ്പുറത്ത് എറണാകുളത്ത് ഒരുപക്ഷെ TJ വിനോദ്, VP സജീന്ദ്രൻ എന്നിവരുടെ പേരുകളൊക്കെ അവസാന ഘട്ടത്തിലും ഉയർന്നു വരുന്നു. ഇനി ഏറെ സമയമെടുക്കില്ല. ഏതാണ്ട് 1 or 2 മണിക്കൂറിനകം തന്നെ കോൺഗ്രസിന്റെ മന്ത്രിസഭാ പട്ടിക അത് രൂപം കൊള്ളും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഹൈക്കമാൻഡ് പ്രതിനിധി ദീപദാസ് മുൻഷി കൂടി ഇവിടെ KPCC ആസ്ഥാനത്ത് ഉള്ളതുകൊണ്ട് അതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇതിന്റെ ഏറ്റവും പ്രധാനിയായ AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ അനുമതിയോടെ അതിൻ്റെ ഈ മന്ത്രിമാരുടെ പട്ടിക അത് ഗവർണർക്ക് വൈകാതെ കൈമാറാൻ കഴിയുന്നതാണ്. അതിൽ ഘടകകക്ഷികളുടെ മന്ത്രിമാരുടെ പേരുകൾ കൂടി ലഭിച്ചാൽ മതിയാകും. അത് ലഭിച്ചു കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തന്നെ ലോക് ഭവനിലേക്ക് പട്ടികയുമായി നമുക്കിപ്പോൾ ഉറപ്പിക്കാൻ കഴിയുന്ന പേരുകളൊന്ന് പറയാമോ? സണ്ണി ജോസഫ്, കെ മുരളീധരൻ, അങ്ങനെ അഭിനിത, തിരുവനന്തപുരം മുതൽ പരിശോധിച്ചു കഴിഞ്ഞാൽ വട്ടിയൂർക്കാവിൽ നിന്നും അട്ടിമറി വിജയം നേടിയ കെ മുരളീധരൻ മന്ത്രിസഭയിൽ ഉറപ്പായും ഉണ്ടാകും. തിരുവനന്തപുരത്ത് ഇപ്പോൾ നമ്മൾ കോൺഗ്രസ് അല്ലെങ്കിലും CMPയുടെ നേതാവ് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ വിജയിച്ച CP ജോണും മന്ത്രിസഭയിൽ ഉറപ്പാണ്. സമാനമായി കൊല്ലത്തേക്ക് എത്തിയാൽ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ്
PC വിശ്വനാഥിന് സാധ്യതയുണ്ട്. അതേപോലെ തന്നെയാണ് ബിന്ദു കൃഷ്ണയുടെ സാധ്യതയും. രണ്ടുപേർക്ക് ഒരേപോലെ സാധ്യത. കൊല്ലത്ത് തന്നെ RSPയുടെ നേതാവ് ഷിബു ബേബി ജോൺ മന്ത്രിസഭയിൽ ഉറപ്പായിട്ടും ഉണ്ടാകും. തൊട്ടപ്പുറത്ത് പത്തനംതിട്ടയിൽ നിന്നും മന്ത്രിമാർ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. നേരെ മറിച്ച് കോട്ടയത്ത് എത്തിക്കഴിഞ്ഞാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ പദവിയിലേക്ക് എത്താനാണ് സാധ്യത. പക്ഷേ അവിടെ ചാണ്ടി ഉമ്മൻ മന്ത്രിസഭയിൽ ഏതാണ്ട് ഇടം ഉറപ്പിച്ചു എന്ന വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. അതിൽ അന്തിമ തീരുമാനം അല്പസമയത്തിന് നമുക്ക് അറിയാൻ കഴിയും. പിന്നീട് തൃശ്ശൂരിൽ നിന്നും എറണാകുളത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായും ആലപ്പുഴയിൽ രമേശ് ചെന്നിത്തല ഈ തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ ഉണ്ടാകും. M ലിജുവിനും അവിടെ സാധ്യതയുണ്ട്. ഷാനിമോൾ ഉസ്മാന്റെ സാധ്യത എത്രത്തോളം ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അതേപോലെയാണ് എറണാകുളത്ത് TJ വിനോദ് സാധ്യതയുള്ള ഒരാളാണ്. VP സജീന്ദ്രൻ സമാനമായി സാധ്യതയുണ്ട്. അതേപോലെ തന്നെ മറ്റൊരാൾ അവിടെ TJ വിനോദും VP സജീന്ദ്രനുമാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള. അത് അൻവർ സാദത്തിനും സാധ്യതയുള്ള ഒരു MLA ആണ്. അൻവർ സാദത്തിനെ പരിഗണിച്ചില്ലെങ്കിൽ രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകില്ല. അങ്ങനെയെങ്കിൽ അൻവർ സാദ് ഇടം പിടിച്ചേക്കും. പാലക്കാട് VT ബലറാമിൻ്റെ പേര് ഉൾപ്പെടുത്തണമെന്ന് ആവശ്യമുണ്ട്. കോങ്ങാട് നിന്നും വിജയിച്ച KA തുളസിയെ ഉൾപ്പെടുത്തണമെന്ന് VDCC സതീശൻ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സമാനമായി മലപ്പുറത്ത് AP അനിൽകുമാർ മന്ത്രിസഭയിൽ ഉറപ്പായും ഉണ്ടാകും. കാരണം KCയുടെ വിശ്വസ്തൻ കൂടിയാണ്. കോഴിക്കോട് മന്ത്രിമാർ ഉണ്ടാകില്ല. നേരെ വയനാട് എത്തിക്കഴിഞ്ഞാൽ വയനാട് T സിദ്ദിഖ് മന്ത്രിസഭയിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ IC ബാലകൃഷ്ണൻ മന്ത്രിസഭയിൽ എത്തിക്കഴിഞ്ഞാൽ സിദ്ദിഖിൻ്റെ സാധ്യത മങ്ങും. അൻവർ സാദത്തും ഉണ്ടെങ്കിൽ സിദ്ദിഖിൻ്റെ സാധ്യത പൂർണ്ണമായും മങ്ങാനാണ് സാധ്യത. അങ്ങനെ കണ്ണൂരിൽ സണ്ണി ജോസഫ് മന്ത്രിസഭയിൽ ഇടം ഉറപ്പായതാണ്. കാസർഗോഡ് നിന്നും കോൺഗ്രസിന്റെ മന്ത്രിമാർ ഉണ്ടാകില്ല. ഇങ്ങനെയാണ് മന്ത്രിസഭയിലെ സാധ്യത. അതിൽ മാറിമറിയാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസ്സാണ്. അവസാന ഘട്ടത്തിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. കാരണം പല വഴികളിൽ ചരടുവലികൾ മുന്നോട്ട് പോകുന്നുണ്ട്. അവസാന ഘട്ടത്തിൽ ആരൊക്കെ ഈ പട്ടികയിൽ ഇടം പിടിക്കുമെന്നറിയാൻ മണിക്കൂറുകൾ കൂടി കാത്തിരുന്നാൽ മതി.